മണിച്ചിത്രത്താഴ് ഓഗസ്റ്റ് 17 റിലീസാവുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിലെ കഥാപാത്രങ്ങളായ നാഗവല്ലിയുടെയും ശ്രീദേവിയുടെയും മാനസിക സമ്മർദ്ദങ്ങളെ കുറിച്ചുകൂടി നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്. മണിച്ചിത്രത്താഴ് എന്ന സിനിമയിൽ ഗംഗയുടെ അപര വ്യക്തിത്വമായിട്ട് നാഗവല്ലിയെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അവിടെ ശ്രീദേവി എന്നൊരു ടാർഗറ്റ് അറിഞ്ഞോ അറിയാതെയോ നമ്മൾ മറന്നു പോകുന്നു. നാട്ടിലെത്തിയ ശേഷമോ അതിനു മുന്നേയോ നകുലനിൽ നിന്നുള്ള അവഗണനയും കുഞ്ഞമ്മയിൽ നിന്നും നാഗവല്ലിയെ കുറിച്ച് കേട്ട കാര്യങ്ങളും ഒക്കെയാണ് ഗംഗയെ നാഗവല്ലിയാക്കി മാറ്റുന്നത്. എന്നാൽ ഇതിനേക്കാൾ ട്രോമ അനുഭവിച്ച ശ്രീദേവി അവിടെയുണ്ട്. ചൊവ്വാദോഷം കാരണം ഇഷ്ടപ്പെട്ട നകുലനെ വിവാഹം കഴിക്കാൻ സാധിച്ചില്ല. പിന്നീട് അത് മറച്ചു വെച്ചിട്ട് മറ്റൊരു വിവാഹം കഴിച്ചു. സത്യം അറിഞ്ഞപ്പോൾ അയാൾ ശ്രീദേവിയെ വീട്ടിൽ കൊണ്ടുവിടുന്നു. ഒരുപക്ഷെ ഗംഗയേക്കാൾ ട്രോമ അനുഭവിച്ചത് ശ്രീദേവി തന്നെയാണ്. സിനിമയിൽ കാണിച്ചിരിക്കുന്നത് ശ്രീദേവിയെ ഡമ്മിയാക്കിക്കൊണ്ട് സണ്ണി ഗംഗയെ ചികിത്സിക്കുന്നതായിട്ടാണ്. ഒരുപക്ഷെ ഇത് നേരെ തിരിച്ചാണെങ്കിലോ? ഗംഗയെ ഡമ്മിയാക്കി സണ്ണി ചികിത്സിച്ചത് ശ്രീദേവിയെ ആയിക്കൂടെ? അത് മാത്രമല്ല, എന്റെ അറിവിൽ അവിടെ ഗംഗയ്ക്കും ശ്രീദേവിക്കും മാനസിക പ്രശ്നങ്ങളുണ്ട്. ഗംഗയിലെ ചിത്തരോഗിയെ ശ്രീദേവി എന്ന ഡമ്മിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് ചികിത്സിക്കുന്നു എന്ന പ്രതീതിയിൽ സണ്ണി യഥാർത്ഥത്തിൽ രണ്ടുപേരെയും ഒരേ സമയം ചികിത്സിച്ചു കാണണം. ശ്രീദേവിയെ പൂർണ്ണമായി സുഖപ്പെടുത്താൻ അവൾക്കൊരു ജീവിതം കൊടുക്കുകയാണ് വേണ്ടതെന്ന് തിരിച്ചറിയുന്ന സണ്ണി അവളെ വിവാഹം കഴിക്കുകയാണ്. സണ്ണി എന്ന ഡോക്ടറിന്റെ പ്രസ്റ്റീജ് ഇഷ്യൂ കൂടിയാണത്. തന്റെ രോഗികളിൽ ആർക്കും അസുഖം മാറാതെ ഇരിക്കരുത് എന്ന പിടിവാശി അയാൾക്കുണ്ടാവും. മറ്റൊരു ആംഗിളിൽ കൂടി ചിന്തിച്ചാൽ സണ്ണി എന്നത് ഒരു പക്ഷെ കാരണവരോ രാമനാഥനോ ആണെങ്കിലോ സണ്ണി ഇവർ രണ്ടുപേരിൽ ഒരാളാവാനും സാധ്യതയുണ്ട്. ശ്രീദേവിയാണ് നാഗവല്ലിയെങ്കിൽ തനിക്ക് കിട്ടാതെ പോയ നാഗവല്ലിയെ ഇക്കുറി കല്യാണമാവുന്ന മണിച്ചിത്രത്താഴിൽ പൂട്ടി അവളോട് പ്രതികാരം ചെയ്യാനും തന്റെ മോഹം നടപ്പിലാക്കാനും സണ്ണി എന്ന കാരണവർക്ക് സാധിക്കുന്നു. സണ്ണി കാരണവർ ആണെന്ന തരത്തിൽ ഹ്യൂമർ കലർത്തി പല സീനുകളും സിനിമയിൽ ഉടനീളമുണ്ട്. സ്വയം ശങ്കരൻ തമ്പിയായി നിന്നുകൊണ്ട് തെക്കിനിയിൽ അയാൾ നാഗവല്ലിയുമായി സംസാരിക്കുന്നുമുണ്ട്. ഇനി നകുലൻ കാരണവരാണെങ്കിൽ അപ്പോഴും ഗംഗയല്ല ശ്രീദേവി തന്നെയാവും നാഗവല്ലി. കാരണം കാരണവരുടെ ഭാര്യ അല്ല നാഗവല്ലി. കാരണവർ ഒരു അഭയാർത്ഥിയെ പോലെ അവിടെ നിർത്തിയേക്കുന്ന ഒരാൾ മാത്രമാണ് നാഗവല്ലി. അങ്ങനെ നോക്കിയാൽ സണ്ണി ഒരു പക്ഷേ രാമനാഥനാവും. താൻ ഇഷ്ടപ്പെടുന്ന പെണ്ണിനെ കാരണവരായ നകുലന്റെ പക്കൽ നിന്നും വിവാഹം കഴിച്ച് രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്ന രാമനാഥൻ ഡോക്ടർ സണ്ണി അല്ലാതെ വേറെ ആരാവാനാണ്?